നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂട്ടേഷനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കമ്മ്യൂട്ടേഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ ജനറേറ്റേഴ്സിൻ്റെ പാരലൽ ഓപ്പറേഷനുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് കമ്മ്യൂട്ടേഷൻ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് രണ്ട് ജനറേറ്ററുകളെ പാരലൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നും നോക്കാം. അതിൽ നമുക്കറിയാം, നമുക്ക് 3 ടൈപ്പ് ഓഫ് DC ജനറേറ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഷണ്ട് ജനറേറ്റർ, അതുപോലെ തന്നെ 2 സീരീസ് ജനറേറ്റർ, മൂന്നാമതായിട്ട് കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ ഈ 3 ജനറേറ്ററിലും എങ്ങനെയാണ് പാരലൽ ഓപ്പറേഷൻ നടത്തുന്നത്, അപ്പോൾ അതിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്, കോമൺ ടേംസും അതുപോലെ അതിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് മെത്തേഡ് ഓഫ് ഇംപ്രൂവിങ് കമ്മ്യൂട്ടേഷൻ ആണ്. എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ 2 മെത്തേഡുകളാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് കമ്മ്യൂട്ടേഷനിൽ നോക്കുന്നത്. ഒന്ന് റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ, അതുപോലെ തന്നെ EMF കമ്മ്യൂട്ടേഷൻ. അപ്പോൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, നമുക്ക് കമ്മ്യൂട്ടേഷൻ ബേസിക്കായിട്ട് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്പാർക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും അതുപോലെ തന്നെ സ്മൂത്താക്കുകയും കമ്പ്യൂട്ടേഷൻ സ്മൂത്താക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ആക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് 2 ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷനും EMF കമ്മ്യൂട്ടേഷനും. അതിൽ ഒന്നാമത്തത് റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ എന്നാണ്. എന്താണ് റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? ദിസ് മെത്തേഡ് ഓഫ് ഇംപ്രൂവിങ് കമ്മ്യൂട്ടേഷൻ കൺസിസ്റ്റ് ഓഫ് റീപ്ലേസിങ് ലോ റെസിസ്റ്റൻസ് കോപ്പർ ബ്രഷസ് വിത്ത് ഹൈ റെസിസ്റ്റൻസ് കാർബൺ ബ്രഷസ്. അതായത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷനാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂട്ടേഷൻ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സാധനം, അതായത് ഇപ്പോൾ നമുക്കറിയാം കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റർ റിങ്ങുകളിൽ നിന്ന്, അതായത് സ്ലിപ്പ് റിങ്ങുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റർ റിങ്ങിൻ്റെ മുകളിൽ, സെഗ്മെൻറ്റിൻ്റെ മുകളിൽ നമ്മൾ ബ്രഷുകളാണ് വെക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ബ്രഷുകൾ വെക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, കോപ്പർ ബ്രഷുകളാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാം. കാരണം കമ്മ്യൂട്ടേറ്റർ കറങ്ങുകയും ബ്രഷ് കറങ്ങാതിരിക്കുകയും ചെയ്യുന്നൊരു കണ്ടീഷൻ വരുമ്പോൾ സ്പാർക്കിങ്ങിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിയ സാധനം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്തുള്ളത്, അതിനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ്, അതായത് റെസിസ്റ്റൻസ് കൂടിയ, അതായത് റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവേ കോപ്പർ റിങ്ങുകൾ മാറ്റിയിട്ട് നമ്മൾ എന്താണ്, കോപ്പർ ബ്രഷുകൾ മാറ്റിയിട്ട് കോപ്പർ ബ്രഷുകൾക്ക് പകരം എന്ത് ചെയ്യാണ്, കാർബൺ ബ്രഷുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്തിനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഈ റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ഇറ്റ് സീൻ ദാറ്റ് വെൻ കറണ്ട് ഫ്രം കോയിൽ C റീച്ചസ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് B, ഇറ്റ് ഹാസ് 2 പാരലൽ പാത്ത്. അതായത് കറണ്ട് C കോയിൽ നിന്ന് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് Bയിലേക്ക് കറണ്ട് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച പോലെ ഒരു 2 കോയിലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോയിലിൽ നിന്ന് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ അതിന് 2 പാരലൽ പാത്തുകൾ ഉണ്ടാകും. നമ്മൾ 10 കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 20 20 കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ 40 എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 2 പാരലൽ പാത്തുകൾ ഉണ്ടാവും. ദ ഫസ്റ്റ് പാത്ത് ഈസ് സ്ട്രൈറ്റ് ഫ്രം കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് -B ടു ദ ബ്രഷ് ആൻഡ് അതർ പാരലൽ പാത്ത് വയ ഷോർട്ട് സർക്യൂട്ടഡ് കോയിൽ B ടു ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ആൻഡ് ദെൻ ടു ദ ബ്രഷ്, അല്ലേ? ഒന്നാമത്തത് എന്താണ്, ഡയറക്റ്റായിട്ട് ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വരികയാണെങ്കിൽ. മറ്റേത് എന്ന് പറയുന്നത് എന്താണ്, ഷോർട്ട് സർക്യൂട്ട് ചെയ്ത കോയിൽ B എന്ന്, അതായത് തൊട്ടടുത്തുള്ള കോയിലിൽ നിന്ന്, C കോയിൽ കൂടിയാണ് നമ്മൾ ബ്രഷ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ B കോയിൽ നിന്നും, C കോയിൽ നിന്ന് ഡയറക്റ്റ് 20 ആംപിയറും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത B കോയിൽ നിന്ന് നെക്സ്റ്റ് 20 ആംപിയറും കൂടി വന്നിട്ടാണ് നമ്മൾ ബ്രഷിലേക്ക് എന്ത് ചെയ്യുന്നത്, ടോട്ടലായിട്ട് 40 ആംപിയർ വരുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മുക്കാൽ ഭാഗത്തോളം മാറിക്കഴിഞ്ഞാലും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോഴും അതന്നെ സംഭവിക്കും. 35 + 5 വരുന്നത്, അല്ലേ? When we use copper brush, it will follow the first path, but when carbon brush are having high resistance are used, current I coming from coil C will prefer passes through the second path. Hence, carbon brushes have usually replaced copper brushes. The additional advantages of അതാണ് ആ സമയത്താണ് നമ്മൾ ഈ രണ്ടാമത്തെ ബ്രഷിൽ നിന്ന് മൂന്നാമത്തെ ബ്രഷിലേക്ക് മാറുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, എന്താണ്, 35 + 5 വരുമ്പോൾ അവിടെ എന്ത് വരാനുള്ളൊരു സാധ്യത ഉണ്ട്, ഒരു സ്പാർക്കിംഗ് വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ നമ്മൾ ബ്രഷ്, പിന്നെ ആ സ്ഥലത്ത് തന്നെ നമ്മൾ ബ്രഷ് വരുമ്പോഴും അവിടെ സ്പാർക്കിംഗ് വരുന്നുണ്ട്. ആ സ്പാർക്കിങ്ങിനെ നമ്മൾ എന്തുപയോഗിച്ചിട്ട്,
കാർബൺ ബ്രഷ് ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതെന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, ആ പിന്നെ ഹൈ റെസിസ്റ്റൻസ് പാത്ത് കൊണ്ട് തന്നെ ആ സ്പാർക്കിങ്, ആ ഷോർട്ട് സർക്യൂട്ടുള്ള കറണ്ട് ചെറിയ കറണ്ടായിരിക്കും. അതെന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്പാർക്കിംഗ് ഒഴിവാക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അഡീഷണൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി വിത്ത് പോളിഷ് ദ കമ്മ്യൂട്ടേറ്റർ. അതായത് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട് എന്തിന്, ഈ പിന്നെ കാർബൺ ബ്രഷുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, കമ്മ്യൂട്ടേറ്ററിനെ പോളിഷ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം കോപ്പർ ആണ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, കോപ്പർ ആണെങ്കിൽ രണ്ടും കൂടി ഉരഞ്ഞ് കഴിഞ്ഞിട്ട് ഫ്രിക്ഷൻ മൂലം എന്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, കമ്മ്യൂട്ടേറ്ററിൻ്റെ സെഗ്മെൻറ്റുകൾക്ക് കംപ്ലൈൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ കാർബൺ ബ്രഷുകൾ കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ത് ചെയ്യാണ്, കമ്മ്യൂട്ടേറ്ററിനെ പോളിഷ് ചെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഷുഡ് സ്പാർക്കിംഗ് ഒക്കർ ദേ വുഡ് ഡാമേജ് ദ കമ്പ്യൂട്ടർ ലെസ് ദാൻ ദ കോപ്പർ ബ്രഷസ് ആർ യൂസ്ഡ്. അതായത് കോപ്പർ ബ്രഷസിന് പകരം കാർബൺ ബ്രഷസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തിനുള്ള സാധ്യത കുറവാണ്, സ്പാർക്കിങ്ങിനുള്ള സാധ്യതയും വളരെയധികം കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർപോളുകളാണ്. അപ്പോൾ ഇൻ്റർപോളുകൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനാണ്, നമ്മൾ EMF കമ്മ്യൂട്ടേഷനാണ്. അപ്പോൾ EMF കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ ദീസ് ആർ സ്മാൾ പോൾസ് ഫിക്സ്ഡ് യോക്ക് ആൻഡ് പ്ലേസ്ഡ് ബിറ്റ്വീൻ മെയിൻ പോൾസ്. ദേ ആർ വുഡ് ഫ്യൂ ഹെവി ഗേജ് കോപ്പർ വയേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ സോ ദാറ്റ് ക്യാരി ഫുൾ ആർമേച്ചർ കറണ്ട്. എന്താ സംഭവിക്കുക, ഫുൾ ആർമേച്ചർ കറണ്ട്സ് പിന്നെ എന്ത് ചെയ്യാൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ പോൾസിൻ്റെ കൂടെ എന്തും കൂടിയാണ്, ആർമേച്ചറിന് സീരീസ് ആയിട്ട് ഇൻ്റർപോളും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. അപ്പോൾ ഇൻ്റർപോളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ദർ പൊളാരിറ്റി സെയിം ദാറ്റ് ഓഫ് മെയിൻ പോൾ, ദ ഇൻഡ്യൂസ് EMF വിച്ച് ഹെൽപ്സ് റിവേഴ്സൽ ഓഫ് കറണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സൽ EMF ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആർമേച്ചറിന് സീരീസ് ആയിട്ട് നമ്മൾ ഇൻ്റർപോളുകൾ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഒരു റിവേഴ്സൽ EMF ഉണ്ടാവും. അതുപോലെ തന്നെ ദിസ് EMF ന്യൂട്രലൈസസ് ദ റിയാക്റ്റൻസ് വോൾട്ടേജ് ബൈ കമ്മ്യൂട്ടേഷൻ സ്പാർക്ക്ലെസ്. അതുകൊണ്ട് തന്നെ ഈ റിയാക്റ്റൻസ് വോൾട്ടേജ് എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യും. എന്തിനെ, മെയിൻ പോളിൻ്റെ റിയാക്റ്റൻസിനെ എന്ത് ചെയ്യുന്നു, ന്യൂട്രലൈസ് ചെയ്ത് പോവുകയും അതുവഴി എന്തുള്ളാവാനും വഴിയുള്ള സാധ്യത ഉണ്ട്, പിന്നെ കമ്മ്യൂട്ടേഷൻ സ്പാർക്ക്ലെസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതേ സാധനത്തിന് നമ്മൾ ഇൻ്റർപോളുകൾ എന്ന് പറഞ്ഞത് വേറൊരു കാര്യത്തിനും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇൻ്റർപോൾ യൂസ് ചെയ്യുന്നത്, ഇൻ്റർപോൾ യൂസ് ചെയ്യുമ്പോൾ എന്തും കൂടി കൂട്ടാൻ പറഞ്ഞു, ആർമേച്ചർ റിയാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതായത് റിവേഴ്സ് EMF ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർപോളിൽ ഒരു ന്യൂട്രലൈസിങ് ഫ്ലക്സ് ഉണ്ടാകുമ്പോൾ അത് മെയിൻ ഫ്ലക്സിനെ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവും. മെയിൻ ഫ്ലക്സിന് ഒരു ഫ്ലക്സും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ ആർമേച്ചർ റിയാക്ഷൻ ഇതുകൊണ്ട് എന്ത് ചെയ്ത് കളയാൻ പറ്റും, ന്യൂട്രലൈസ് ചെയ്ത് കളയാനും ആരെ കൊണ്ട് പറ്റും, ഇൻ്റർപോളിനെ കൊണ്ട് പറ്റും. അപ്പോൾ ഈ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, EMF കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് തരം കമ്മ്യൂട്ടേഷനാണ് നമുക്ക് ഇപ്പം നിലവിലുള്ള കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് എന്തെന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് കമ്മ്യൂട്ടേഷൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പാരലൽ ഓപ്പറേഷനാണ്. അതായത് രണ്ട് ജനറേറ്ററുകളെ നമ്മൾ പാരലൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് നമുക്കറിയാം ഒരു ജനറേറ്റർ നമ്മൾ ജസ്റ്റ് ഉണ്ടാവും, രണ്ടാമത്തെ ജനറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോൾ ഒരു 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് നമ്മൾ സാധാരണ AC ആണ് യൂസ് ചെയ്യാറ്. അത് ആൾട്ടർനേറ്ററിൻ്റെ കേസിലാണ് വന്നത്. അല്ലെങ്കിൽ തന്നെ ആൾട്ടർനേറ്ററിൻ്റെ കേസാണെങ്കിലും നമ്മൾ എക്സ്ട്രാ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ജനറേറ്ററുകൾ നമ്മൾ ഓൺ ആക്കാറുണ്ട്. അപ്പോൾ ഈ ജനറേറ്ററിൻ്റെ മെയിൻ സെക്ഷനിലേക്ക് നമ്മൾ പാരലിയാണ് ചെയ്യണത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഒന്നാമത്തെ ജനറേറ്റർ 1 എന്ന് പറഞ്ഞ ഇതിൽ കൊടുത്തിട്ടുള്ള ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ജനറേറ്ററാണ്. അപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനറേറ്ററാണ്. അപ്പോൾ ജനറേറ്റർ 2 നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതിനോട് പാരൽ ചെയ്യണം. വെറുതെ അങ്ങോട്ട് പാരൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രിപ്പായി പോകും. ഒരിക്കലും രണ്ട് ജനറേറ്ററുകൾ ഒരുമിച്ച് ചില കണ്ടീഷൻസ് എന്താവാതെ, ഈക്വൽ ആവാതെ നമുക്ക് രണ്ട് ജനറേറ്ററിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പാരൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറേറ്റർ 1 എന്ന് പറയുന്നതാണിത്. ഈ ജനറേറ്ററാണ് നമുക്ക് ഓൾറെഡി ഉള്ള ജനറേറ്ററാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സ്വിച്ചുകൾ എസ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ജനറേറ്ററിലുള്ള EMF B+ഉം B- ഇതിൽ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഓൾറെഡി ഇതിലേക്കാണ് നമ്മൾ പിന്നെ ഇവിടെ ലോഡ് കൊടുത്തിട്ട് ഇത് ഓൾറെഡി നമ്മൾ ഇതാണ് നമ്മൾ സപ്ലൈ ആയിട്ട് എടുക്കുന്നത്, ജനറേറ്റർ സപ്ലൈ. അപ്പോൾ ഈ ബസ് ബാറിലേക്ക് B1 + B- എന്ന് പറയുന്ന ബസ് ബാറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ രണ്ടാമത് പറഞ്ഞ ജനറേറ്ററിന് എന്ത് ചെയ്യാണ്, പാരൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പാരൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സ്വിച്ചും എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും.
എന്നിട്ട് ഒരു സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററാണ് നമ്മൾ ആ ജനറേറ്ററിനെ കറക്കുകയാണ്. ജനറേറ്ററിനെ കറക്കുക എന്ന് പറഞ്ഞാൽ ജനറേറ്ററിനെ എങ്ങനെ കറക്കുന്നുണ്ട് നമ്മൾ ആദ്യം സെൽഫ് എക്സൈറ്റഡ് കൊടുത്തിട്ട് പിന്നെ ഈ ജനറേറ്ററിനെ എന്ത് ചെയ്യാണ്, പ്രൈം മൂവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റേറ്റഡ് സ്പീഡിൽ, അതായത് നേരത്തെ നമ്മൾ ആദ്യത്തെ ജനറേറ്റർ എങ്ങനെയാണോ കറങ്ങുന്നത് അതേ റേറ്റഡ് സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കറക്കുകയാണ്. അത് കറക്കി കഴിഞ്ഞാൽ ആ ജനറേറ്റർ കറക്കി റേറ്റഡ് സ്പീഡിൽ കറങ്ങി കഴിഞ്ഞാൽ എന്താവും, നമുക്കിതിൽ EMF ഉണ്ടായി തുടങ്ങും അല്ലേ. റേറ്റഡ് സ്പീഡിൽ കറങ്ങി കഴിഞ്ഞാൽ റേറ്റഡ് EMF നമുക്ക് കിട്ടും. അപ്പോൾ ആ EMF കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, S2 ഓൺ ആക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഓൺ ആക്കുന്നത് S2 ആണ്, S1 അല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, S2 എന്ന് പറഞ്ഞ സ്വിച്ച് ഓൺ ആക്കും. S2 എന്ന് പറഞ്ഞ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞാൽ ഇവിടെ S1 ക്ലോസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ വോൾട്ട്മീറ്റർ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. ആ മീറ്റർ ഉണ്ടാവും, വോൾട്ട്മീറ്റർ ഉണ്ടാവും അല്ലേ. ആ വോൾട്ട്മീറ്റർ നമ്മൾ സീരീസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, പാരലായിട്ടല്ല. വോൾട്ട്മീറ്റർ ജനറേറ്ററിന് സീരീസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സീരീസ് ആയിട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ശരിക്കും വോൾട്ട്മീറ്റർ സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് റീഡ് ചെയ്യേണ്ടത്, 0 ആണ് റീഡ് ചെയ്യേണ്ടത്. വോൾട്ടേജ് സീരീസ് ആയിട്ട് ഒരിക്കലും കാണിക്കില്ല, 0. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ, ഈ സ്വിച്ച് 1ൻ്റെ ഇവിടുത്തെ പൊട്ടൻഷ്യലും സെപ്പറേറ്റ്, ഇവിടുത്തെ 2 എൻഡിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയതുകൊണ്ട് ആ വോൾട്ടേജ് നമ്മൾ വല്ല വ്യത്യാസങ്ങളും ഉണ്ട്, വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് കാണിക്കും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ വോൾട്ട്മീറ്ററിൽ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ജനറേറ്ററിൻ്റെ എക്സൈറ്റേഷൻ, ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് ഫീൽഡ് എക്സൈറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ വോൾട്ട്മീറ്റർ 0 ആക്കണം. ഈ വോൾട്ട്മീറ്റർ 0 ആക്കുമ്പോൾ ഇവിടുത്തെ 2 എൻഡിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആയി മാറിക്കഴിഞ്ഞാൽ അപ്പോൾ എന്താവും, ഈ വോൾട്ട്മീറ്റർ 0 ആവും. ആ വോൾട്ട്മീറ്റർ 0 ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പിന്നെ പാരലൽ ലിങ്ക് സ്വിച്ചായ S1 നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ ക്ലോസ് ചെയ്യുമ്പോൾ ആ വോൾട്ട്മീറ്റർ അവിടെ പിന്നെ ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് അതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ B1 + B - B എന്ന് പറഞ്ഞ ഈ ബസ് ബാറിലേക്ക് ഈ ജനറേറ്റർ ട്യൂബും കൂടി എന്താവും, പാരലാവും. പിന്നെ ഈ 2 ജനറേറ്ററും കൂടി ഉണ്ടാവുന്ന പാരലൽ വോൾട്ടേജ് ആണ്. അപ്പോൾ കൂടുതൽ ലോഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ജനറേറ്ററിൽ ഒരു 10 ആമ്പിയർ കൊടുക്കാൻ പറ്റും, 2 ജനറേറ്റർ ഇടുമ്പോൾ നമുക്ക് 20 ആമ്പിയർ കൊടുക്കാൻ പറ്റും. അതിനാണല്ലോ സാധാരണ നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നത്, കൂടുതൽ ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഷണ്ട് മോട്ടോറിൻ്റെ പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മൾ ആദ്യം അവസാനം ചെയ്ത കാര്യം ആദ്യം ചെയ്യണം. അതായത് എക്സൈറ്റേഷൻ കുറയ്ക്കണം, പിന്നെന്താണ്, മെക്കാനിക്കൽ ഇൻപുട്ട് കുറയ്ക്കണം. അതായത് എന്താണ്, നമ്മൾ പ്രൈം മൂവറിൻ്റെ ഇത് കുറയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, സ്വിച്ച് 2 ഓപ്പൺ ആക്കിയാൽ മതി. സ്വിച്ച് 1 ഓപ്പൺ ആക്കണ്ട, സ്വിച്ച് 2 ഓപ്പൺ ആക്കുക. അപ്പോൾ എന്ത് ചെയ്യും, പാരലൽ ഓപ്പറേഷൻ. അതിന് ഈ S2 എന്ന് പറഞ്ഞ ജനറേറ്റർ 2നെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, റിമൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഷണ്ട് മോട്ടോറിൻ്റെ പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീരീസ് മോട്ടറിൻ്റെ പാരലൽ ഓപ്പറേഷൻ. സീരീസ് മോട്ടറിൻ്റെ പാരലൽ ഓപ്പറേഷൻ ഇത് പറഞ്ഞ അതേ കണ്ടീഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പാരലൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പിന്നെ അതിന് സ്വിച്ച് വെച്ചിട്ട് I1 I2 പോകുന്നത് നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് വെച്ചിട്ട് അവിടെ നമ്മൾ ശരിക്കും ഇത് ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടില്ല, പക്ഷേ അവിടെ നമ്മൾ സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2നെ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ E1 സപ്പോസ് ഇനീഷ്യലി E1 = E2, ആ സമയത്ത് നമുക്ക് കുഴപ്പമില്ല. E1 = E2 എന്ന് പറഞ്ഞാൽ അതായത് ജനറേറ്റർ EMF E1 = E2 ആയാൽ കുഴപ്പമില്ല. ഇഫ് E1 ഈസ് ഗ്രേറ്റർ ദാൻ E2, അതായത് ജനറേറ്റർ EMF എന്ന് പറയുന്നത് E2-നെക്കാട്ടിലും വലുതായാൽ വിൽ ഇൻക്രീസ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈൻഡിങ് W1 വിൽ ഇൻക്രീസ്. W1-ലുള്ള ഫ്ലക്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. I1 ആൾസോ ഇൻക്രീസ്, അതായത് I1 അതുകൊണ്ട് അതിനോടനുസരിച്ച് ഫ്ലക്സിനനുസരിച്ച് I1 കൂടും. ദെൻ E1 ആൾസോ ഇൻക്രീസസ് സോ ദാറ്റ് കറണ്ട് വിൽ ഫ്ലോ ജനറേറ്റർ ടു ആൻഡ് ദാറ്റ് വിൽ ഗോ ടു മോട്ടോർ. മനസ്സിലായോ? അതായത് ഇപ്പോൾ നമ്മൾ ഈ 2 സീരീസ് ജനറേറ്ററും കൂടിയും ഈ സീരീസ് ജനറേറ്ററും എന്തായിട്ട് പിന്നെ പാരലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈൻഡിങ് സീരീസ് ആയതുകൊണ്ടുള്ളൊരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നാമത്തെ ജനറേറ്ററിൻ്റെ EMF എങ്ങാൻ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് ജനറേറ്റർ ആവും. അതിൽ നിന്ന് കറണ്ട് എന്ത് ചെയ്യും, ജനറേറ്റർ 2-ലേക്ക് പാസ് ചെയ്യും. ജനറേറ്റർ 2-ലേക്ക് പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
നമ്മൾ ആ ജനറേറ്ററിലേക്ക് ഒരു സപ്ലൈ അങ്ങോട്ട് കൊടുക്കണ മാതിരിയാവും. ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷനും മോട്ടറിൻ്റെ കൺസ്ട്രക്ഷനും ഒരുപോലെയാണ്. അപ്പോൾ സപ്ലൈ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? മോട്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഒരു ഈക്വലൈസിങ് ബാർ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട് ഇതിൽ കേട്ടോ. ഇവിടെ ഒരു ഈക്വലൈസിങ് ബാർ എന്ന് പറഞ്ഞ സാധനം ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഈക്വലൈസിങ് ബാർ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ദെൻ ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ജനറേറ്റർ 1 സ്പ്ലിറ്റ് ടു ദ ജംഗ്ഷൻ J1. ഒന്നാമത്തെ ജനറേറ്ററിൻ്റെ മുകളിൽ ഒരു J1 എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് കറണ്ട് രണ്ട് ഭാഗത്തേക്കും W1 വിൽ ഗെറ്റ് സെയിം ഓഫ് W2. അതുകൊണ്ട് എന്താ സംഭവിക്കുക? കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുകയും W1ഉം W2ഉം വൈൻഡിങ്ങിലുള്ള രണ്ട് വൈൻഡിങ്ങിലുള്ള എക്സൈറ്റേഷൻ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആ പ്രശ്നം വരില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? സീരീസ് ജനറേറ്ററിൻ്റെ പാരലൽ ഓപ്പറേഷൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് മൂന്നാമത്തത് എന്ത്? പാരലൽ ഓപ്പറേഷൻ ഓഫ് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ജനറേറ്ററിന് എന്താണ്? നമ്മൾ സീരീസ് വൈൻഡിങ്ങും ഉണ്ട്, പാരലൽ വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? അതിനും നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലൈസർ റിങ് വെക്കണം. ഈക്വലൈസർ റിങ് വെക്കാനുള്ള കാരണം സീരീസ് വൈൻഡിങ് ആയതുകൊണ്ടാണ് സീരീസിൽ വെച്ചത്. അപ്പോൾ സീരീസ് വൈൻഡിങ്, കോമ്പൗണ്ട് വൈൻഡിങ്ങിന് ഷണ്ട് വൈൻഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? സീരീസ് വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ ഷണ്ട് വൈൻഡിങ്ങിനും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഈക്വലൈസർ റിങ് യൂസ് ചെയ്യണം. മനസ്സിലായോ? ഇതാണ് രണ്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. സീരീസിനും കോമ്പൗണ്ടിനും നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലൈസർ റിങ് യൂസ് ചെയ്യണം. ഷണ്ടിന് എന്തിൻ്റെ ആവശ്യമില്ല? ഈക്വലൈസർ റിങ്ങിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇതാണ് എന്ത് എന്ന് പറയുന്നത്? പാരലൽ ഓപ്പറേഷൻ ഓഫ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ.